അടുത്തതായി എല്ലാ മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡ്സെറ്റുകൾ ഉള്ളവർ ദയവായിട്ട് അത് ചെവിയിൽ വെക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. 3 സൈറൻ മുഴക്കുന്നതിന് ശേഷം 3 വിസിലോടുകൂടി നമ്മുടെ ടണൽ ബ്ലാസ്റ്റിംഗ് എക്സ്പേർട്ടിൻ്റെ അനുഗമനത്തോടുകൂടി ഏറ്റവും ബഹുമാന്യനായ CM നമ്മുടെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. താങ്ക് യു. അതോടൊപ്പം തന്നെ ഈ ഒരു വേദിക്ക് ഔദ്യോഗികമായ സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി MLA ലിൻടൺ ജോസഫ് തിരുവമ്പാടി അദ്ദേഹത്തെ എത്രയും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നാടിനു വേണ്ടി പ്രസ്തുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 6 മാസം പൂർത്തീകരിക്കുമ്പോഴേക്കും ആ പദ്ധതി വലിയ ദൂരം മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങ് കേരളത്തിൻ്റെ ആരാധ്യനും ബഹുമാന്യനുമായ മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ആ സ്വപ്ന പദ്ധതിയുടെ പ്രവേശന കവാടത്തിലേക്കുള്ള ഒരു കടക്കലാണ്. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും കിഫ്ബി പദ്ധതിയും ഇച്ഛാശക്തിയോടുകൂടി ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോവാൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഉള്ളതുകൊണ്ടാണ്. ഈ നാടിൻ്റെ എല്ലാവരുടെയും മനസ്സോടുകൂടി കേരളത്തിൻ്റെ ആരാധ്യനും ബഹുമാന്യനുമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ നാടിനു വേണ്ടി ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവറുകളാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ, വയനാട് ജില്ലയുടെയും കേരളത്തിൻ്റെ പട്ടിക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ OR കേളു, അവരെല്ലാവരും അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അവരെ ഏവരെയും അവരുടെ അസാന്നിധ്യത്തിലും ഈ മഹനീയമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിനായി 2019-20 കാലഘട്ടത്തിൽ 1ാം LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ജോർജൻ തോമസിനോടൊപ്പം ബഹുമാനപ്പെട്ട ബിഷപ്പ് താമരശ്ശേരി രൂപതയുടെ ബഹുമാനായ ബിഷപ്പ് ബഹുമാനായ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ നാടിൻ്റെ നിവേദനം സമർപ്പിക്കാനുള്ള നിവേദന സംഘത്തിൽ അംഗമായിരുന്നു. 4 പേരാണ് ആ സംഘത്തിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ജോർജൻ തോമസ്, ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ്, അന്നത്തെ തുരങ്കപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ജോസ് മാത്യു, CPMൻ്റെ അന്നത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് T വിശ്വനാഥൻ. ഈ 4 പേരുമാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു നിവേദനം സമർപ്പിക്കുന്നത്. അവരേവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രിയങ്കരനായ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വേദിയിലുള്ള കിഫ്ബിയുടെ CD ആയിട്ടുള്ള പ്രിയപ്പെട്ട പുരുഷോത്തമൻ സാർ, പൊതുമരാമത്ത് സെക്രട്ടറി ശ്രീ K ബിജു IAS, നമ്മുടെ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ CE ശ്രീ രാജേഷ്, അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ ശ്രീ അജിത് തുടങ്ങിയ മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു നിയന്ത്രിതമായ പരിപാടിയായതുകൊണ്ട് നിയന്ത്രിതമായ ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ 100 പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നത്തെ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാവരെയും അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന PWDയിലെയും
കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെയും ദിലീപ് ബിൽഡ്കോണിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും അവരുടെ ജീവനക്കാരും എല്ലാവരും ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടുകൂടി അതിമനോഹരമായ നമ്മുടെ സ്വപ്നത്തിന് ചിറക് നൽകുന്ന ഈ മനോഹരമായ പദ്ധതിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിൻ്റെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവരെയും ഈ നാടിനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ നേരുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ PA മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടെയുമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷമാണിത്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്നൊരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. മണിക്കൂറുകളോളം വയനാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ജനത ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായൊരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഈ കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ പ്രതിഫലനം വളരെ പോസിറ്റീവ് ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനം ആഗ്രഹിച്ച ഒരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയുടെ, സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബി എന്ന പൊന്മുട്ടയിടുന്ന താറാവിൻ്റെയും കൂട്ടായ്മയുടെ വിജയമാണ് ഈ പദ്ധതി. ഇത് ജനകീയ വിജയമാണ്. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള കേരളത്തെ ഇപ്പോൾ കാണാനാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നടത്താൻ, അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുക. അടുത്തതായി നമ്മുടെ ബ്ലാസ്റ്റിംഗ് കർമ്മ നിർവഹണമാണ്. അതിനുവേണ്ടി ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ വേദിയിലേക്ക് നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി 3 സൈറൻ്റെ മുഴക്കത്തോടുകൂടി 3 വിസിലടിയോടുകൂടി നമ്മുടെ ഈ ഒരു ബ്ലാസ്റ്റിംഗ് കർമ്മം അത് നിർവഹിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ടണൽ ബ്ലാസ്റ്റിംഗ് എക്സ്പേർട്ട് അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള CM ശ്രീ പിണറായി വിജയൻ അവർ നമ്മുടെ ബ്ലാസ്റ്റിംഗ് സെറമണി നിർവഹിക്കുന്നു. ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ കൈൻഡ്ലി സ്വിച്ച് ഓഫ് ചെയ്യുക. ഹെഡ്സെറ്റ് ഉള്ളവർ ദയവായി നിങ്ങളുടെ ഹെഡ്സെറ്റുകൾ ചെവിയിൽ വെക്കുക. താങ്ക് യു.
ബ്ലാസ്റ്റിംഗ് കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഈ ഒരു വേദിയിൽ നിന്നും വിടവാങ്ങുകയാണ്. താങ്ക് യു സോ മച്ച് സർ. സോ ഈ ഒരു വേദിക്ക് ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ വി കെ ഹഷീം, നോഡൽ ഓഫീസർ ആൻഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫ് PWD കോഴിക്കോട്, ഓൺ ടു ദി സ്റ്റേജ്. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർകൾ, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവർകൾ, ഈ തുരങ്കപാതയുടെ ആദ്യത്തെ പാറ പൊട്ടിക്കൽ കർമ്മം നിർവഹണമാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ഒരു വേദിക്ക് ഔദ്യോഗികമായി നന്ദി അറിയിച്ച ശ്രീ വി കെ ഹഷീം സർ, താങ്ക് യു സോ മച്ച്. വളരെ ചുരുങ്ങിയ ചടങ്ങുകൾ കൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലാകമാനം വലിയ നേട്ടം കൈവരിക്കുവാൻ ഏറ്റവും ബഹുമാന്യനായ ശ്രീ PA മുഹമ്മദ് റിയാസ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ഒരു ബ്ലാസ്റ്റിംഗ് വിജയമായിട്ട് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്ലാസ്റ്റിങ്ങിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ ലളിതമായ ഒരു ഉദ്ഘാടന ചടങ്ങ്, ഏറ്റവും വലിയ ഒരു ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഒരു തുടക്കം. ആ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. മറിപ്പുഴയിലെ ഈ ഒരു പദ്ധതി പ്രദേശത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചു. ഈ ഒരു പദ്ധതി താൻ ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. തുടർന്ന് അദ്ദേഹം അടുത്ത നിമിഷം തന്നെ അതിന്റെ അവിടെ സജ്ജമാക്കിയ ആദ്യത്തെ ബ്ലാസ്റ്റിംഗ് മുഖ്യമന്ത്രി നിർവഹിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇതിന് അധ്യക്ഷത വഹിച്ചത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് അല്പമെങ്കിലും കാര്യം പറയുന്നത്. മലയാളിക്ക് അഭിമാനവും സന്തോഷവും പകരുന്ന നിമിഷമാണിത്. ബാംഗ്ലൂരുമായി കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കും. ഇത് ഇപ്പോൾ നടക്കുന്ന ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് പോസിറ്റീവ് ബ്ലാസ്റ്റിംഗ് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ വിജയമാണ് ഇത് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു കാര്യം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ ലിൻഡോ ജോസഫ് MLA ആണ്. പിന്നീട് ഉദ്യോഗസ്ഥനാണ് നന്ദി പറഞ്ഞത്. അതിൽ കൂടുതലൊന്നും തന്നെ കാര്യമായ ഒരു പ്രസംഗങ്ങളോ ഒന്നും ഉണ്ടായില്ല. ചടങ്ങുകൾ വളരെ ലളിതമായിരുന്നു. നിയന്ത്രിതമായിട്ട് 100 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം നൽകിയത്. ഇനിയിപ്പോൾ ഈ പാത അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം 2
കവാടങ്ങൾ നമ്മൾ കണ്ടതാണ്, സജ്ജമാക്കിയത് കണ്ടതാണ്. അതിൽ ഒരു ഭാഗമാണ് മുഖ്യമന്ത്രി സ്വിച്ച് ചെയ്ത് അത് ബ്ലാസ്റ്റ് ചെയ്തത്. അത് ആ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു വലിയ പദ്ധതിയുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത അതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ മറ്റൊരു സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അഭിമാന പദ്ധതിക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുടക്കമായിരിക്കുന്നത്. പാറതുറക്കലാണിപ്പോൾ ഈ ഒരു ചടങ്ങാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഇതിലൊരു അധ്യക്ഷനായത്. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയായിരുന്നു ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി എത്തിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാർഗനിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്തായാലും ഉദ്ഘാടന കർമ്മം പൂർത്തീകരിച്ചിരിക്കുന്നു. വലിയൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 4 വർഷം കൊണ്ട് സംസ്ഥാനത്തിന് ഇരട്ട തുരങ്കപാത ലഭ്യമാവുകയാണ്. ടൂറിസം വ്യവസായ രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിന് തന്നെയാണ് ഈ ഒരു തുരങ്കപാത വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന വലിയൊരു മാറ്റമെന്ന് പറയുന്നത്. എന്തായാലും മന്ത്രി PA മുഹമ്മദ് റിയാസൊക്കെ ഈ ഒരു ചടങ്ങിൽ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അധികമൊന്നും സംസാരിച്ചില്ല എങ്കിലും ഈ ഒരു ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മലയാളിക്ക് അഭിമാനവും സന്തോഷവും പകർന്നൊരു നിമിഷം തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞതനുസരിച്ച് ബാംഗ്ലൂരുമായി കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇപ്പോൾ വികസനം കൊണ്ടുവരാനൊക്കെ ഈ ഒരു പദ്ധതിക്ക് സാധിക്കും. ഇതൊരു പോസിറ്റീവ് ബ്ലാസ്റ്റിംഗ് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഒരു വിജയമാണെന്നുമൊക്കെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. ആദ്യ ബ്ലാസ്റ്റിംഗ് ആണ് അദ്ദേഹം നിർവഹിച്ചത്. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ തുടക്കമായിരിക്കുന്നത്. പാതയുടെ നിർണായക ഘട്ടമായ പാറതുരക്കൽ ചടങ്ങുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കിയ ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 4 വർഷത്തിനു ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇരട്ട തുരങ്കപാത കേരളത്തിന് സ്വന്തമാകും. കേരളത്തെ സംബന്ധിച്ച് വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു തുരങ്കപാത കൊണ്ട് സാധിക്കും. വയനാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുന്ന ഒരു ബൃഹത് പദ്ധതി തന്നെയാണ് ഈ ഒരു തുരങ്കപാത. എന്തായാലും ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ഒരു പാറതുരക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വപ്നം ഇനി യാഥാർത്ഥ്യമാവുകയാണ്.